IC ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. TS ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, രമേശ് ചെന്നിത്തലയെ കാണാൻ വേണ്ടി അനുയായികൾ എത്തുന്ന സാഹചര്യത്തിന് പ്രത്യേകതയുണ്ട്. അത് അവകാശവാദമൊക്കെ മുന്നോട്ട് വയ്ക്കുകയും തനിക്കൊപ്പമുള്ള ആളുകൾ കൂടി പരിഗണന നൽകണം എന്ന് രണ്ട് മന്ത്രിമാരുടെ പേരുകൾ, രണ്ടുപേർക്ക് രണ്ട് സ്ഥാനം അവകാശവാദമായി മുന്നോട്ട് വെച്ചേക്കാം. IC എത്തുമ്പോൾ എന്താണ് സ്ഥിതി? ഹരി, അതായത് IC ബാലകൃഷ്ണൻ ഇതുവരെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അതാ ഇപ്പോൾ ഒരു അല്പസമയം മുമ്പാണ് അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് കയറിപ്പോയത്. അദ്ദേഹം എത്തിയിരിക്കുന്നു. അതായത് മന്ത്രിമാരിൽ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് RC ക്യാമ്പിൽ നിന്ന് പരിഗണിക്കുന്ന പേരുകളിൽ ഒന്നാണ് IC ബാലകൃഷ്ണൻ. അതിൽ അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, ഒരു രണ്ട് മന്ത്രിമാരുടെ പേരുകൾ പരിഗണിക്കുകയാണെങ്കിൽ, രണ്ട് മന്ത്രിസ്ഥാനം നൽകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ രണ്ടു പേർക്കാണ് പരിഗണന നൽകുക. ഒന്ന് അൻവർ സാദത്തിനും ഒന്ന് IC ബാലകൃഷ്ണനും. പക്ഷേ ഒരാളുടെ പേര്, ഒരു മന്ത്രിസ്ഥാനം മാത്രമാണെങ്കിൽ ഇതിലാരെ അൻവർ സാദത്തിനാണ് കൂടുതൽ പരിഗണന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ വന്നതിന് പിന്നാലെയാണ്, ഒരു മന്ത്രിസ്ഥാനം എന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്നതിന് പിന്നാലെയാണ്, അറ്റ്ലീസ്റ്റ് വൺ എന്നുള്ള വാർത്തകളൊക്കെ വന്നതിന് പിന്നാലെയാണ് IC ബാലകൃഷ്ണൻ അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇപ്പോഴത്തെ സാഹചര്യമാണ്, ഇന്ന് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫൈനൽ തീരുമാനം UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ, രമേശ് ചെന്നിത്തലയുമായി അനുരഞ്ജന ചർച്ച, ഇത് കൂടാതെ മറ്റു ചർച്ചകൾ നടക്കുന്നു. KC വേണുഗോപാലിന്റെ വസതിയിലെത്തി അദ്ദേഹവുമായി VD സതീശൻ ചർച്ച നടത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം VD സതീശൻ നേരെ KPCCയിൽ കോൺഗ്രസുമായി ചർച്ചയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇല്ലെങ്കിൽ ആ ചർച്ചയും UDF കന്റോൺമെന്റ് ഹൗസിൽ തന്നെ ആയിരിക്കും നടക്കുക. ഘടകകക്ഷികളുമായുള്ള ചർച്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു തീരുമാനം, പട്ടിക ഇന്ന് പൂർത്തിയാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അങ്ങനെ പൂർത്തിയാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ വേണം. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് പോയിരിക്കുന്ന RC ക്യാമ്പിൽ നിന്ന് പോയിരിക്കുന്ന 4 പേരുകൾ, ഒന്ന് അൻവർ സാദത്ത്, ഒന്ന് രണ്ടാമത്തേത് IC ബാലകൃഷ്ണൻ, മൂന്നാമത്തേത് ജ്യോതികുമാർ ചാമക്കാല, നാലാമത്തേത് TJ വിനോദ്. ഈ 4 പേരുടെ പേരുകൾ പോയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പരിഗണന അൻവർ സാദത്തിനാണ് സാധ്യത. 2 മന്ത്രിമാരെ ലഭിക്കുകയാണെങ്കിൽ IC ബാലകൃഷ്ണനെ കൂടി അതിൽ ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്.